നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 129 സങ്കീർത്തനം വായിച്ച കർത്താവിന്റെ വാക്കുകൾ 129 സങ്കീർത്തനം 129. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സീയോനെ പവിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകട്ടെ. കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ, കറ്റ കെട്ടുന്നവൻ തന്റെ മാർവിടമാകട്ടെ നിറയ്ക്കയില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴിപോകുന്നവർ പറയുന്നതുമില്ല. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കൃപയും സാന്നിധ്യവും ഞങ്ങളോട് പിരിയാതിരിക്കുന്നുവല്ലോ. ഞങ്ങൾ പോകേണ്ടുന്ന വഴികളിൽ ഞങ്ങളെ നടത്തുന്ന ദൈവം, അരുതാത്ത വഴികൾ നോക്കി ഞങ്ങൾക്ക് വിടുതൽ തരുന്നവനായ കർത്താവ്, ഇന്നും മാറ്റമില്ലാത്തവനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങൾ ആരാധനയെ കർത്താവ് ഏറ്റവും അനുഗ്രഹിച്ചു തരണം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ദൂതുകൾ, ആത്മീയ ശക്തി കർത്താവ് സ്വർഗ്ഗത്തിൽ അയച്ചു തരണം. ദിവ്യ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. വിടുതലോട് എഴുന്നേൽക്കട്ടെ. കാത്തോണപ്പിച്ച് അനുഗ്രഹിക്കണം. നമ്മൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നമുക്കിരിക്കും. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാൻ നീയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തോ ഭാഗ്യമേ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരാഴ്ച തൊട്ടും നമ്മെ
കടന്നുപോയി. കഴിഞ്ഞ ആഴ്ച നാം ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, വചനം ചിന്തിച്ചു, ആരാധിച്ചു, പാടി. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്തു വരാനിടയായി തീർന്നു. ഇന്ന് വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുകയാണ്. അതിന് കർത്താവിന്റെ വചനം പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൽ സംഭവിക്കുന്നത്? ഒന്നാമത്തെ തന്നെ ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ദൈവം ഒരു മനുഷ്യന്റെ ആരാധനയിൽ പ്രസാദിച്ചാൽ ആ സമയം മുതൽ പാപത്തിന് മുമ്പ് മനുഷ്യന് ഉണ്ടായിരുന്ന ആത്മീക മണ്ഡലവുമായിട്ടുള്ള അവന്റെ ബന്ധം പുനഃസ്ഥാപിക്കും. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആരാധനയിൽ പ്രസാദിച്ചവന്റെ ശബ്ദം ഈ ഭൗമിക കാര്യങ്ങളിൽ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്തെഫാനോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗാദി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന യേശു കേട്ടു. തമ്മിൽ സംസർഗം ചെയ്യാൻ തക്കവണ്ണം ഒരവസ്ഥ ലഭിച്ചു. ഒരു മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ എത്ര കൂകി നിലവിളിച്ചാലും അവന്റെ പ്രാർത്ഥനയും അവന്റെ ശബ്ദമൊന്നും ഈ ലോകം വിട്ട് പോകാൻ പോകുന്നില്ല. എന്നാൽ രണ്ട് കാര്യങ്ങൾ സാധിച്ചാൽ, ഒന്ന്, ദൈവാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ അവന്റെ ശബ്ദം ദൈവസന്നിധിയിലെത്തും. അത് താൽക്കാലികമാണ്. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ അതും ഇല്ലാതാകും. എന്നാൽ ആരാധനയിൽ സാക്ഷ്യം പ്രാപിച്ച ഒരുവൻ അവൻ സംസാരിക്കുമ്പോൾ അതും ആത്മീയമണ്ഡലങ്ങളിൽ പ്രവേശിച്ച ദൈവസന്നിധിയിലെത്തും. അതിനു വേണ്ടിയിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ട് നമ്മളിവിടെ വിചാരിക്കും, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ശബ്ദങ്ങൾ എത്രയേറെ ശബ്ദങ്ങളാണ്. മനുഷ്യന്റെ ശബ്ദങ്ങൾ, മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ, കാലാവസ്ഥയുടെ ശബ്ദങ്ങൾ, ഇത് മുഴുവനും ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. ഈ നിറഞ്ഞിരിക്കുന്ന ശബ്ദം ഇതൊന്നും ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് പ്രവേശിക്കണമെങ്കിൽ അതിനാധാരമായ ഒരു ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് മാത്രമേ ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. എന്നാൽ ആരാധനയിൽ പ്രസാദിച്ചാൽ, ദൈവം ആരാധനയിൽ പ്രസാദിച്ച് സാക്ഷ്യം കൽപ്പിച്ചാൽ അവന്റെ ശബ്ദവും അങ്ങോട്ട് കിടക്കും. അങ്ങനെ ശബ്ദം കിടക്കുമ്പോഴാണ് അവൻ ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠനായി തീരുന്നത്. നമ്മള് പഠിച്ചിട്ടുണ്ട്, പലരെയും ഈ ലോകത്തിൽ ജീവിക്കുന്ന പല മനുഷ്യരുടെയും നില നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം സാധിക്കേണ്ട ഉണ്ടെങ്കിൽ, ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നൊരു കാര്യം പറയേണ്ടതുണ്ടെങ്കിൽ, നമ്മൾ അതിന് യോഗ്യനായി മധ്യസ്ഥം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ചെന്ന് ആ കാര്യം, നമ്മുടെ കാര്യം ബോധിപ്പിക്കാൻ നിലയുള്ള, അയാൾക്ക് അംഗീകാരമുള്ള ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷം മിക്കവാറും നമ്മൾ ലോകത്തിലെ രാഷ്ട്രീയക്കാരെയും അങ്ങനെയുള്ള പദവിയിലിരിക്കുന്നവരെയും നമ്മൾ ചെന്ന് കണ്ട് അവരെ കൊണ്ട് ആ ഉന്നത സ്ഥാനത്ത് ചെന്ന് നമ്മുടെ കാര്യം ബോധിപ്പിക്കാനും അതിനുവേണ്ടി പക്ഷപാതം ചെയ്യാനും അത് കാര്യം സാധിച്ചെടുക്കുവാനും ഇടയായിത്തീരും. ഇത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഇതുപോലെ തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ കാര്യം പറയാവുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്.
നമുക്ക് എല്ലാവർക്കും നേരിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യാവുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരാണ് ദൈവത്തെ ഓർപ്പിക്കുന്നവരെന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തെ ഓർപ്പിക്കുന്നവർ. അപ്പൊ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഓർപ്പിക്കുന്നവരും, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഇസ്രായേൽ മക്കൾക്ക് മുഴുവൻ പ്രാർത്ഥിക്കാം. കാരണം അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന്റെ സഭയിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥിക്കാനുള്ള യോഗ്യത ലഭിച്ചവരാണ് ദൈവസഭാമക്കൾ. എന്നാൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ആ ആത്മാവെന്ന് പറയുന്നത് അത് സ്ഥിരമാക്കി എടുത്തിട്ടില്ല. അവര് പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയില്ല, സാധിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ബന്ധനമുണ്ടെന്ന് നമ്മൾ പറയും. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും പ്രാർത്ഥനാ ശബ്ദം പുറത്തേക്ക് വരില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ഒരു കൂട്ടം മനുഷ്യരുണ്ട്, ദൈവത്തെ ഓർപ്പിക്കുന്നവർ. ഒരാൾ ചെല്ലുമ്പോ നമ്മൾ ആ കാര്യമൊന്ന്, അതിന്റെ ചിത്രീകരണം നമ്മളൊന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരാൾ ചെല്ലുമ്പോ, പണ്ട് രാജാവിന്റെ അടുക്കൽ ശൂനേം കാര്യത്തി തന്റെ വയലിനെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുക, കുഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഗേഹസി അവിടെയുണ്ട്. രാജാവിനോട് പരാതി ബോധിപ്പിക്കാൻ വന്ന ആ സ്ത്രീയെ കണ്ടപ്പോ രാജാവ്, നിന്റെ പരാതി എന്താ? അപ്പൊ പറഞ്ഞു, 7 വർഷം മുമ്പ് ഞാൻ ഇവിടം വിട്ടു പോയതാ. കർത്താവിന്റെ ആലോചന പ്രകാരമാണ് ഞാൻ പോയത്. ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ നിലം മറ്റൊരാൾ കൈവശപ്പെടുത്തി, എനിക്ക് വിട്ടുതരുന്നില്ല. ഇതാ പരാതി. ഇത് കേട്ടോണ്ട് ഗേഹസി നോക്കുമ്പോ ഗേഹസി രാജാവിനോട് പറയുക, രാജാവേ, ഞാൻ രാജാവിനോട് ഒരു ആളുടെ കാര്യം പറഞ്ഞില്ലേ? ദൈവത്തിന്റെ ദാസനായ എലീശ പ്രവാചകൻ ഉയർപ്പിച്ചു കൊടുത്തതും അത്ഭുതം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യം. ആ സ്ത്രീയാണ് ഇവൾ. പെട്ടെന്ന് രാജാവിന്റെ ഭാവം മാറി. അവളോട് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, വേഗം കാര്യം സാധിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, അന്നുവരെയും ആ നിലത്തിന്റെ വിളവും കൂടി കൊടുക്കാനായിട്ട് കൽപ്പനയായി. ഞാൻ പറഞ്ഞു വന്നത്, ഉന്നത നിലയിലിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പക്ഷപാതം ചെയ്യാൻ, റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ, ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പെട്ടെന്ന് സാധിപ്പിച്ചു കിട്ടും. ഇങ്ങനെ ദൈവത്തെ ഓർപ്പിക്കുന്ന ഒരു കൂട്ടം ജനം ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അവിടെയാണ് മോശയുടെയും യെരമ്യാവിന്റെയും കർത്താവിന്റെ ദാസന്മാരുടെയും എല്ലാം വില നമ്മൾ അറിയുന്നത്. കാരണം ഇസ്രായേൽ ജനത്തെ മുഴുവനും നശിപ്പിക്കാൻ തീരുമാനിച്ച് ദൈവം കോപിച്ചപ്പോൾ ദൈവം മധ്യസ്ഥം നിൽക്കുകയാണ്. പാടില്ല, കർത്താവെ അത് ചെയ്യരുത്. നീ അത് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാണ്. ശക്തമായിട്ടൊരു റെക്കമെൻഡേഷനാണ്. അവിടെ ഒരു മധ്യസ്ഥം ചെയ്യുകയാണ്. ഈ പ്രവൃത്തിയാണ് കർത്താവായ യേശു ഇന്ന് ലോകത്ത്, സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലോകത്തിൽ ദൈവത്തെ ഓർപ്പിക്കുന്നവരെ എന്ന് പറയുകയാണ്. യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുക, ദൈവത്തെ ഓർപ്പിക്കുന്നവരെ യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കി പണിയുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. കാരണം ഇങ്ങനെയുള്ളവര് അസ്വസ്ഥമായിരുന്നാൽ സ്വർഗം അസ്വസ്ഥമാകും. ദൈവത്തെ അസ്വസ്ഥമാക്കാൻ ആർക്കും പറ്റും. ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്.
ആ ദൈവത്തെ അസ്വസ്ഥമാക്കാൻ ആർക്ക് പറ്റും? പറ്റുന്നൊരു കൂട്ടമുണ്ട്. അതാണ് ദൈവത്തെ ഓർപ്പിക്കുന്നവർ. ദൈവത്തെ ഓർപ്പിക്കുന്നവര് എന്ത് ചെയ്യും? ദൈവത്തെ ഓർപ്പിക്കുന്നവർ ഒരു വിഷയം തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അവൻ അസ്വസ്ഥമാകും. അസ്വസ്ഥമാകുമ്പോൾ സ്വർഗവും അസ്വസ്ഥമാകും, ദൈവം അസ്വസ്ഥമാകും. അത് കാര്യം സാധിപ്പിക്കുന്നവരെയും. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ വലിയ പ്രാർത്ഥനയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയാവസ്ഥയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ നിരൂപണമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ വാഞ്ചയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പുറത്ത് ശബ്ദിക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അങ്ങനെ ആഗ്രഹിക്കുന്നത് അവന്റെ വൃതന്മാരുകൂടിയാണെങ്കിലോ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം പ്രസാദിച്ച ആരാധനയിൽ പ്രസാദിച്ച ഒരാളാണെങ്കിലോ. കായീൻ നിലവിളിച്ചു, ദൈവം അവന്റെ നിലവിളി കേട്ടു. കരുണാസമ്പന്നനായ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ഹാബേല് പ്രാർത്ഥിക്കുന്നു, അതിന് വേറൊരു മാനം. ഹാബേലിന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിൽ ഹാബേൽ ദൈവത്തെ ഓർപ്പിച്ചാൽ ആ ഓർമ്മ അത് വലുതായിരിക്കും. ഈ നിലയിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശബ്ദം ദൈവം ശ്രദ്ധിക്കണം. നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ ദൈവം അസ്വസ്ഥമാകണം. നമ്മുടെ വിഷയം സാധിപ്പിച്ചു കിട്ടാൻ ദൈവത്തിന് മുമ്പാകെ ആധികാരികമായിട്ട് പറയണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വില. ജാതികളുടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആള് വില, കല്ല് വില. എന്താണ് ഒരു മനുഷ്യന്റെ വിലയാ? വേറെ ഒന്നുമല്ല, അവന്റെ വായിൽ കൂടി പുറപ്പെടുന്ന വാക്ക്. അത് തന്നെയാണ് ഏറ്റവും വലിയ വില. ആ വാക്കിന്റെ പ്രത്യേകത എന്താ? അത് ഈ ഭൗമിക മണ്ഡലത്തിൽ മാത്രമല്ല, ആത്മീയ മണ്ഡലത്തിലും ചെല്ലും. അതിന്റെ കാരണം ദൈവം അവന്റെ ആരാധനയിൽ പ്രസാദിച്ചതാണ്. അതുകൊണ്ട് ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആത്മീയ മണ്ഡലങ്ങളിൽ ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധന്മാർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. മോശ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക എന്ന് പറയുന്നത്, ദൈവത്തിന് മുമ്പാകെ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവം പ്രസാദിക്കുകയും സാക്ഷ്യം കൽപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം വേറൊരു അനുഭവത്തിലേക്ക് മാറാൻ പോകുക. ഇതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ ജനം രാവും പകലും ആരാധിച്ചുകൊണ്ടാണ് ഈ കാര്യം സാധിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, പകല് മാത്രമല്ല, രാത്രി മാത്രമല്ല, എപ്പോഴും പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ചു, ഈ പദവി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പദവിയിൽ എത്തിയാലുള്ള പ്രത്യേകത എന്താ അറിയോ? ഈ പദവിയിൽ എത്തിയ പ്രത്യേകത അതൊരു ഭയങ്കരമാണ്. കാരണം ഞാൻ നിനക്ക് പകരം ജാതികളെ കൊടുക്കും, ഞാൻ നിനക്ക് പകരം മനുഷ്യരെ കൊടുക്കും, ഞാൻ നിനക്ക് പകരം നിന്നെ പോലെ ഉള്ളവനെ കൊടുക്കും, പക്ഷെ നിന്നെ ഞാൻ കൊടുക്കില്ല. അവിടെയാണ് ഈ പറയുന്നത്, വിളിക്കപ്പെട്ടവൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ, അവൻ തെറ്റ് ചെയ്യൂലെന്നല്ല, അവൻ തെറ്റി മരണത്തിന് തക്ക പാപം ചെയ്തെന്നിരിക്കാം. പക്ഷേ ദൈവം അവനെ കൊടുക്കില്ല. ഒരുപക്ഷെ അവൻ ജാതികളെ കൊടുക്കും. ഇസ്രായേൽ ജനത്തെ കൊടുത്ത് ദാവീദ് പാപം ചെയ്തു. ദാവീദ് പാപം ജനത്തെ എണ്ണി ദൈവത്തോട് ദ്രോഹം ചെയ്തു. അതിന് പകരം മരിച്ചതാരാ? ആയിരക്കണക്കിന് ഇസ്രായേൽ ജനം മരിക്കാനിടയായിരുന്നു. പക്ഷേ ദാവീദിനൊന്നും സംഭവിച്ചില്ല. വചനമാണ്. എന്താണ്? ഞാൻ നിനക്ക് പകരം മനുഷ്യരെ കൊടുക്കും, നിന്നെ കൊടുക്കില്ല. വീണ്ടും നമ്മൾ പഠിക്കുന്നത്, വീണ്ടും നമ്മൾ വചനത്തിൽ കൂടി പഠിക്കുന്നത് പ്രകാരമാണ്, ദാവീദ് മരണത്തിനൊക്കെ പാപം ചെയ്തു. അപ്പോ ദൈവം ദാവീദിനെ പോലെയുള്ള, ദാവീദ് ഏറ്റവും വലുതായിട്ട് കണക്ക് കൂട്ടുന്ന തന്റെ മകനെ കൊടുത്തു.
അബ്ശാലോം പോയി, ദാവീദിന് കൊടുത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഒരാളുടെ വിലയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ലോകത്തിൽ വിശ്വാസികൾ വന്നു സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ അനുഭവിക്കുന്നു. കൂത്തുകാഴ്ചയായി ഇന്ന് ലോകം മുഴുവനും വിശ്വാസികൾ നിറഞ്ഞിരിക്കുക. എന്നാൽ ഇങ്ങനൊരു പദവി കിടക്കുന്നുണ്ടെന്നുള്ളത് ആരെങ്കിലും അറിയുന്നുണ്ടോ? എത്ര ശ്രേഷ്ഠമായൊരു പദവി, എത്ര ശ്രേഷ്ഠമാണ്. അതായത് എത്രയോ ജാതികൾ, എത്രയോ മനുഷ്യർ, എത്രയോ വേണ്ടപ്പെട്ട ആരെല്ലാം നശിച്ചാലും, ആർക്കെല്ലാം ദോഷം വന്നാലും എന്റെ ദാസന്, എന്റെ ദാസിക്ക് ഒരു ദോഷം വരരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ള എത്ര പേരുണ്ട്. ഇതാ ഒരു പദവി ഉണ്ട്, ഒരു പദവിയുണ്ട്. ആ പദവി ഇല്ലാതാക്കാനാണ് ശത്രു ശ്രമിക്കുന്നത്. എന്നാൽ ആ പദവിയിലേക്ക് വരുത്താനാണ് ദൈവവും ശ്രമിക്കുന്നത്. അതിനുള്ള മാർഗമാണ് ആരാധന. ആ ആരാധനയെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതി നമ്മൾ അതിനെ പാലിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം തക്ക സമയത്ത് അത് നിവർത്തിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 129 സങ്കീർത്തനം. 129 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കാര്യം അറിയാം. നമ്മൾ അനേക പ്രാവശ്യം ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ് ഇസ്രായേൽ ജനം ആരാകുന്നുവെന്ന്. ഈ ലോകത്തിൽ നിന്ന് 1000-ൽ പരം കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് ഇതില് എല്ലാവരും ദൈവത്തിനുള്ളവരല്ല. അതിന്റെ കാരണവും അതെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പല വിധത്തിൽ പഠനഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ദൈവത്തിനുള്ളവരെ എങ്ങനെ തിരിച്ചറിയും? ആരൊക്കെയാണ് ഇതിൽ ദൈവത്തിനുള്ളവർ? കർത്താവിന്റെ വചനം പറയുന്നത് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ലോകത്തില് ദൈവത്തിന്റെ ജനത്തെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് നാം വേദപുസ്തകത്തിൽ പഠിക്കുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ജനത്തിന്റെ അടയാളങ്ങളാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ അടയാളങ്ങളാണ് ഈ 10 കാര്യങ്ങൾ മുഖ്യമായിട്ടും. അതിലൊന്നാണ് നമ്മൾ 129 സങ്കീർത്തനത്തിൽ പഠിക്കുന്നത്. എന്താണ്? എന്തെല്ലാം അനുഭവിച്ചാലും, ഏതെല്ലാം അവസ്ഥയിൽ കൂടി കടന്നുപോയാലും അവരുടെ ഉള്ളിൽ അവരായിട്ട് പ്രതികാരം ചെയ്യില്ല. യേശു കാണിച്ച മാതൃകയിൽ അവർ ജീവിക്കും. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, നീതിയോടെ വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ ദൈവത്തിൽ ഫലമേൽപ്പിക്കും. ഞാൻ പ്രതികാരം ചെയ്യില്ല, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്യില്ല. കാരണം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ്. പ്രതികാരം എനിക്കുള്ളതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആര് പ്രതികാരം ചെയ്യുന്നുവോ അവൻ ദൈവമാണ്. ഞാൻ പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഞാൻ വന്നു എന്നർത്ഥം. അത് ഒരിക്കലും അവൻ ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കില്ല. അവനെ ഒരിക്കലും ഇസ്രായേൽ എന്ന് വിളിക്കുകയില്ല. യാക്കോബ് ഇസ്രായേലായതിന്റെ കാരണം ഓർത്തുകൊള്ളണം. അത് ദൈവത്തിന്റെ സഭയെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പൈതൽ, ഇസ്രായേൽ എന്റെ മകനെന്നാണ്. ദൈവത്തിന്റെ മകനായ ഒരു ദൈവത്തിന്റെ പൈതൽ പറയണമെന്നാൽ എന്തോ ഒരു ഉപദ്രവം അവരെന്നെ ഉപദ്രവിച്ചു. എത്ര ഉപദ്രവം! പക്ഷെ അവരെന്നെ ജയിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്റെ ഉള്ളിൽ അവരോട് പ്രതികാരം ചെയ്യാൻ തക്കുന്ന ഒരു മനസ്സ് എന്റെ ഇല്ല. കാരണം അത് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ദൈവത്തിന്റെ അധികാരം ഞാൻ കവർന്നെടുത്തു എന്ന് വരും. ഞാൻ തെറ്റുകാരനായി തീരും. പ്രതികാരം ചെയ്യുന്നവനുണ്ട്, അവൻ ചെയ്യട്ടെ.
തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ നീതിയോടെ വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിച്ച യേശുവിനെ പോലെ എന്നെ ഈ ലോകത്തിൽ വിട്ടിരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഇവൻ സാക്ഷാൽ ഇസ്രായേലിനെന്ന് സാക്ഷ്യം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേറൊരു കാര്യവും വേണ്ട. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സാക്ഷാൽ ഇസ്രായേലിനായി ഇവിടുന്ന് പോകണം. അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കും. അത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാ. നീ ഇസ്രായേലാണോ? ബാല്യം മുതൽ തുടങ്ങും. ബാല്യം മുതൽ. ഒരു സ്ത്രീയുടെ, ഒരു സഹോദരിയുടെ സാക്ഷ്യം ഒരിക്കലും ഇപ്രകാരം കേട്ടതാണ്. അവരുടെ ഒരു കുഞ്ഞ് ദൈവം നിർണയിച്ചതാണെന്ന് ആലോചന ഉള്ളതാ. ആ കുഞ്ഞ് ഗർഭത്തിൽ ആയിരിക്കുമ്പോ മുതൽ അതിനെ ഇല്ലാതാക്കി കളയാൻ ശത്രു ശ്രമിച്ച പ്രവർത്തനങ്ങളുടെ വലിയൊരു ചരിത്രം കേൾക്കാനിടയായി തീർന്നു. അത് പ്രതീക്ഷിച്ചു കൊള്ളണം. കാര്യം ബാല്യം മുതൽ ഉപദ്രവമുണ്ട്. ലൗകിക പുരുഷന്മാർ ഇസ്രായേലിനെ ഉപദ്രവിക്കും. ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരിലും 2 വിഭാഗമായിട്ട് തിരിയുകയാണ്. ഒന്ന് ഇസ്രായേലും, ഒന്ന് ലൗകിക പുരുഷന്മാരും. അതായത് ഈ ലോകത്തിന്റെ മക്കളും. ഈ ലോകത്തിന്റെ ജനം ഇസ്രായേലിനെ ഉപദ്രവിക്കും, ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കും. ഈ ഉപദ്രവം മുഴുവനും ഹൃദയത്തിൽ കരുതി വെച്ചിരിക്കുന്നവനാണ് പരാജയപ്പെട്ടവൻ, അല്ലെങ്കിൽ തോറ്റുപോയവൻ. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ ജയിച്ചില്ല അവര്. യോസഫ് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ദോഷം എന്നോട് ചെയ്തു. പക്ഷേ ദൈവം അത് എല്ലാ മനുഷ്യർക്കും നന്മയ്ക്കായി കാരണമാക്കി തീർത്തു. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളല്ല ഇത് ചെയ്തത്, എനിക്കിത് അനുവദിച്ചത് എന്റെ ദൈവമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പ്രതികാരം ചെയ്തില്ല. ഞാൻ ദൈവത്തിന്റെ സ്ഥാനം എടുക്കില്ല. ദൈവത്തിന് പറയുന്നത് ശത്രുവോടെ ലജ്ജിച്ച് തലതാഴ്ത്തി മിണ്ടാനില്ല. അപ്പോ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇസ്രായേൽ എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്ന് ദൈവം വിളിച്ച് ലോകത്തിലേക്ക് വിടുന്നത് ശത്രുവിനെ ജയിക്കാനാണ്. ശത്രുവിനെ ജയിക്കാൻ വാളും കുന്തമായിട്ട് ജയിക്കുന്നു എന്നുള്ളതല്ല. പിന്നെയോ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കേൽപ്പിക്കുകയല്ലാതെ സ്വന്തം കൈയാൽ പ്രതികാരമില്ല. ദൈവത്തിന്റെ സ്ഥാനം എടുക്കാത്ത ഒരു മനുഷ്യൻ, അവനാണ് യഥാർത്ഥത്തിൽ ശത്രുവിനെ ജയിക്കുന്നവൻ, ലോകത്തെ ജയിക്കുന്നവൻ. അവനാണ് ദൈവത്തിന് മുമ്പാകെ സാക്ഷാൽ ഇസ്രായേലിൻ എന്ന് അറിയപ്പെടുന്നതും ദൈവം പദവിയിലേക്ക് ഉയർത്തുന്നതും ഭൂമിയിൽ മഹാന്മാരുടെ പേര് പോലൊരു പേര് ദൈവം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധന്മാരെ മുഴുവനും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അക്കാര്യം മനസ്സിലാകും. ഇന്നും നമുക്കിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ വിഷയം 129 സംഖ്യ, ഞാൻ ചിന്തിക്കാൻ ഇരുന്ന വിഷയം മറ്റൊന്നാണ്. എന്നാൽ 129 സങ്കീർത്തനം ഇന്ന് ദൈവം അത് വായിപ്പിച്ചപ്പോൾ അത് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ എന്നെ ഓർപ്പിക്കത്തക്ക പല കാര്യങ്ങളും ഉണ്ട്. അത്രയേറെ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും എല്ലാം ആയിപ്പോയ ആഴ്ചകളായിരുന്നു ഈ കഴിഞ്ഞ ദിനങ്ങളൊക്കെയും. ഇത്രമാത്രം നമുക്ക് ആശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ എന്ന് പറയത്തക്കവണ്ണമുള്ള ദുഃഖങ്ങളെല്ലാം. എന്നാൽ അപ്പോഴും ഒരു കാര്യം, ശത്രു ജയിക്കരുതേ. ശത്രുവിനെ ജയിക്കാനാണ് കർത്താവ് എന്നെ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത്. ശത്രുവിനെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം എടുക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു കൊടുക്കും. നമുക്ക് ദൈവത്തിന് കീഴടങ്ങാം. ദൈവം ശത്രുവിന്റെ മേൽ നമുക്ക് ആധിപത്യം പ്രാപിപ്പാൻ പ്രഭ തരും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.